മലപ്പുറത്തെ ഒരു ബസ് സ്റ്റാൻഡ്, ആ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒരു ഉസ്താദ് എടുത്ത ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ മുഴുവൻ വൈറലാണ് എന്നുള്ളതാണ്. പക്ഷേ ഇത് കേരളത്തിലെ മലപ്പുറത്തുള്ള ഒരു ബസ് സ്റ്റാൻഡിൽ മാത്രമാണോ? ഒരിക്കലുമല്ല. നമ്മുടെ കേരളത്തിലുള്ള മിക്ക ബസ് സ്റ്റാൻഡുകളിലും പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും, അവിടെ ഓക്സിജൻ കൊടുക്കുന്ന ഈ കൗമാരക്കാരികളെ കാണാൻ കഴിയും. അതായത് കൗമാരക്കാരന്മാരും കൗമാരക്കാരികളും ഓക്സിജൻ കൊടുക്കുകയാണ്, അല്ലാതെ അവരെ കിസ്സടിക്കുകയൊന്നുമല്ല. അതായത് ഈ ഉസ്താദിനെ തെറ്റിപ്പോയതാണ്. അപ്പോൾ ഞാൻ ഈ ഉസ്താദിന്റെ വീഡിയോ നോക്കുമ്പോഴുണ്ട് ഈ ഓക്സിജൻ കൊടുക്കുന്നത്. ഞാൻ നോക്കുമ്പോൾ ഒരാൾക്ക് മാത്രമല്ല ഓക്സിജൻ കൊടുക്കുന്നത്, കുറേ പെൺകുട്ടികൾക്ക് ഇങ്ങനെ കൊടുക്കുന്നത്. ഈ പെൺകുട്ടികളൊക്കെ ആണെങ്കിലും എന്ന് പറഞ്ഞാൽ യൂണിഫോമിലാണ്. ഈ ഓക്സിജൻ കൊടുക്കുന്ന ആൺപിള്ളേരുണ്ടല്ലോ, അവർ യൂണിഫോമിലൊന്നുമില്ല. അവർ കറക്റ്റ് സമയത്ത് 4 മണിക്ക് വന്നിട്ട് ബസ് സ്റ്റാൻഡിന്റെ അവിടെ വന്നിട്ട് ഈ ഓക്സിജൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ആലോചിക്കുകയാണ്, ഇവറ്റകളുടെ മാതാപിതാക്കളില്ലേ ആയിരുന്നു, അതാണ് ഞാൻ ആലോചിക്കുന്നത്. അതായത് ഈ മാതാപിതാക്കൾ എന്ന് പറയുന്ന ടീമുകൾ ഇവറ്റകൾ ഇങ്ങനെ കയറൂരി വിടുകയാണോ? അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ആ ഒരു ബസ് സ്റ്റാൻഡിൽ അധ്യാപകരൊന്നുമില്ലേ? ഏതെങ്കിലും ഒരു അധ്യാപകരുണ്ടാവില്ലേ ഈ സ്കൂളിലുള്ളത്? ഈ സ്കൂളിലുള്ള ഈ യൂണിഫോം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവില്ലേ? നല്ല ചൂരലുകൊണ്ട് പെട കൊടുത്തൂടെ? അതാണ് ഞാൻ ആലോചിക്കുന്നത്. എന്തൊരു വൃത്തികെട്ട സ്വഭാവമാണ് ഈ എന്താ പറയുക +2-നും -നും പഠിക്കുന്ന പിള്ളേരാണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഉസ്താദ് കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു ഫോട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലപ്പുറത്ത് നടക്കുന്ന സംഭവം എന്നുള്ള രീതിയിലാണ് ഞാൻ ഒരു കാര്യം കൂടി പറയുന്നത്. മലപ്പുറത്ത് മാത്രമല്ല, കേരളത്തിൻ്റെ പല ബസ് സ്റ്റാൻഡുകളിലും പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിഫോമിൽ വന്ന് ഇറങ്ങിയിട്ട് മറ്റൊരു ഡ്രസ്സും ഇട്ടിട്ട് കാമുകന്മാരുടെ കൂടെ ബൈക്കിൽ കയറി പോകുന്ന കുറേ ടീമുകളാണ്, കുറേ കുട്ടികളെ നമുക്ക് കാണാൻ കഴിയും. അതായത് ഓരോ ബസ് സ്റ്റാൻഡിലും ഒരു 8 മണിക്ക് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ 8 മണി മുതൽ 9 മണി വരെ വന്നു കഴിഞ്ഞാൽ ഇവരെല്ലാവരും ചെയ്യുന്ന കാര്യം ഇതാണ്. യൂണിഫോം മാറ്റുന്നു, നേരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പോവുകയാണ്. ഈ അപ്പോഴേക്കെന്ന് പറഞ്ഞാൽ കാമുകന്മാർ മറ്റേ ഡ്യൂക്ക് ബൈക്കൊക്കെ ആക്കിയിട്ട് വന്നിട്ടുണ്ടാകും. അത് കഴിഞ്ഞതിന് ശേഷം നമുക്കറിയാലോ, ഏതെങ്കിലും പൊന്തക്കാട്ടിൻ്റെ ഉള്ളിലോ എവിടെയെങ്കിലും പോയിട്ട് ചിലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ഓക്സിജൻ മാത്രമല്ല കൊടുക്കുന്നുണ്ടാവുക, മറ്റു പലതും കൊടുക്കുന്നുണ്ടാകും. അതിൻ്റെ കൂട്ടത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാരകമായിട്ടുള്ള മയക്കുമരുന്നുകളും കൊടുക്കുന്നുണ്ടാകും. അപ്പോൾ ഓരോ പാർക്കുകളിലും സ്ഥലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെയുള്ള ആൾക്കാരെ മനസ്സിലാകും. അതായത് സ്കൂൾ യൂണിഫോമിൽ വന്നവരുണ്ട്, യൂണിഫോം ഇല്ലാതെ വന്നവരുണ്ട്, അതുപോലെ തന്നെ സ്കൂൾ ബാഗുമായിട്ട് വന്ന ടീമുകളുണ്ട്. ഇങ്ങനെ പല തരത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടികൾ ഇതുപോലെ വന്നിട്ട് എന്താ പറയേണ്ടത്, അങ്ങ് നിന്ന് കൊടുക്കുകയാണ്. ഒരു വിവരവും ഇല്ലാത്ത തലമുറയായല്ലോ ഭഗവാനെ ഇത് എന്ന് ആലോചിച്ചിട്ട് നമുക്ക് ഇവറ്റകളോട് പുച്ഛം തോന്നുകയാണ്. എന്നിട്ട് പറയുമ്പോഴെന്താ പറയുന്നത്, ന്യൂ ജനറേഷനാണ്, മാങ്ങാത്തൊലിയാണ്, ഇതൊക്കെയാണ് ഇവന്മാർ പറയുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാതാപിതാക്കളാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടാൻ പോകുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ കഴിയുമ്പോഴെന്ന് പറഞ്ഞാൽ ഇതൊന്നിക്കില്ലെന്ന് പറഞ്ഞാൽ മയക്കുമരുന്നിന് അടിമയാകും, ഇല്ലെങ്കിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുണ്ടാക്കിയിട്ട് വരും. അപ്പോൾ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ പേപ്പറിൽ വാർത്ത വരും. അതായത് 8ാം ക്ലാസ്സുകാരി പ്രസവിച്ചു, 9ാം ക്ലാസ്സുകാരി പ്രസവിച്ചു, 12ാം ക്ലാസ്സുകാരി പ്രസവിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ നമുക്കെല്ലാവർക്കും നല്ല സുഖമാണ്. കാരണം എന്താ വെച്ചാൽ ആരാൻ്റെ വീട്ടിലല്ലേ, ഏതെങ്കിലും വീട്ടിലല്ലേ. അതുകൊണ്ട് നമുക്കെല്ലാം ഇത് വായിക്കാനും അതുപോലെ ഇങ്ങനെയുള്ള വാർത്തകൾക്ക് എന്ന് പറഞ്ഞാൽ മാർക്കറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ അവനവന് വരുമ്പോൾ മാത്രമേ നമ്മളെല്ലാവരും പഠിക്കുകയുള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ രക്ഷകർത്താക്കൾ മക്കളെ സ്കൂളിലേക്കാണ് വിട്ടത്, അവർ സ്കൂളിൽ പോയിക്കോട്ടെ, സ്കൂളിൽ തന്നെ ഉണ്ടാകും എന്നുള്ളത് നിങ്ങൾ മാറ്റിവെക്കണം. എന്നുള്ള ചിന്ത നിങ്ങൾ മാറ്റിവെക്കണം. നിങ്ങളുടെ മക്കൾ നിങ്ങളെ ചതിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. എല്ലാവരുടെയും കാര്യമല്ല പറയുന്നത്. ഒരു 80% പെൺപിള്ളേരും ആൺപിള്ളേരും ഇമ്മാതിരി. ആൺപിള്ളേർ അതുപോലെ പോകുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്താ കാരണം എന്നറിയാം, ഇച്ചിരി ചില്ലറയും കൂടി വേണം ഇനി. അതായത് വെറുതെ അങ്ങനെ പോകാൻ പറ്റൂല. അപ്പോൾ ഈ പെൺപിള്ളേരെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മുതിർന്ന ആൺപിള്ളേരാണ് വരുന്നത്. ഒരു 21-22 വയസ്സ് പ്രായമുള്ള ഏതെങ്കിലും ചെരുപ്പ് കടയിലോ ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റൈൽ ഷോപ്പിലോ അങ്ങനെ ജ്യൂസ് കടയിലോ ഐസ്ക്രീം പാർലറിലോ ഒക്കെ ജോലി ചെയ്യുന്ന ഏതെങ്കിലും പിള്ളേരുണ്ടാവും. അപ്പോൾ 4-5 ദിവസം പണിയെടുത്ത് കഴിഞ്ഞാൽ പെണ്ണിനെയും കൊണ്ട് കറങ്ങേണ്ട പൈസ കിട്ടും. അതുകൊണ്ട് പോയിട്ടാണ് പിന്നീട് ഏതെങ്കിലും ഒരു കൂട്ടുകാരനെ കടം വാങ്ങിയ കാറോ ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഡ്യൂക്ക് ബൈക്കോ എടുത്തിട്ട് ഇവൻ ഇൻസ്റ്റാഗ്രാമിൽ 4 ഫോട്ടോയും ഇടും. അപ്പോൾ ഇങ്ങനെ ഇവനെ കണ്ടിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ തന്നെ വലിയ സ്വർഗം എന്ന് പറഞ്ഞിട്ടാണ് ഇവറ്റകൾ പോകുന്നത്. പക്ഷേ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് യൂസ് ചെയ്യുകയാണ്. അതായത് ഇങ്ങനെയുള്ള ടീമുകൾ പലരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ സമൂഹത്തിലേക്ക് തുറന്നു കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതായത് ഇതിനിടയ്ക്ക് ഒരു മാധ്യമപ്രവർത്തകൻ ഇതിൻ്റെ വീഡിയോ അടക്കം ഇങ്ങനെ പോകുന്നതും ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നതും അവിടെ വെച്ചിട്ട് അവർ പോകുന്നത് കോഴിക്കോട് സരോവരം പാർക്കിലേക്കാണ്. ആ സരോവരം പാർക്കിൽ പോയിട്ട് അവരുടെ കാമലീലകളും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ ഇങ്ങനെ കാണിച്ചതാണ്. പക്ഷെ എല്ലാവരും എന്ന് പറഞ്ഞാൽ അയാളെ പൊങ്കാലിടുകയാണ് ചെയ്തത്. എന്താണെന്ന് അറിയില്ലേ, ഇത് ന്യൂ ജനറേഷനാണ് വൈ, ഇത് ഇങ്ങനെയാണ് വൈ, ഇത് എങ്ങനെ, നിങ്ങൾ എന്തിനാണ് ഈ ഫോട്ടോ എടുക്കുന്നത്? ഇന്നത്തെ തലമുറയാണ്. ഇന്നത്തെ തലമുറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയേണ്ടത്, ഇതിനൊക്കെയാണ് പ്രാധാന്യം നൽകുന്നത് എന്നുള്ള തരത്തിൽ
ഇവരിങ്ങനെ വിളമ്പുകയാണ്. ഞാൻ ആദ്യം തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹോദരികളോട് പറയുകയാണ്, പലരും വന്നിട്ട് ഇവിടുന്ന് ഡാൻസ് കളിക്കും, അതുപോലെ തന്നെ പലരും വന്നിട്ട് ഇവിടുന്ന് പ്രസംഗിക്കും, പലരും വന്നിട്ട് പറയും ഞങ്ങൾക്കും വേണം സ്വാതന്ത്ര്യം, 8 മണിക്ക് ശേഷം ഞങ്ങൾക്കും വേണം സ്വാതന്ത്ര്യം എന്നൊക്കെ പറയും. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പോയിക്കോ, ഒരു കുഴപ്പവുമില്ല. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് മാത്രമല്ല ജീവിതം. അതായത് ഇങ്ങനെ പോകുന്നത് മാത്രമല്ല ജീവിതം. വല്ലവൻ്റെയും വാക്ക് കേട്ടിട്ട് ഇവിടെ എന്ന് പറഞ്ഞാൽ സമൂഹത്തിലുള്ള എല്ലാവരെയും വഴിതെറ്റിക്കാൻ വേണ്ടി ഒരു കൂട്ടരുണ്ട്. ഒരു കൂട്ടർ തന്നെ അവർക്കെന്ന് പറഞ്ഞ് സമൂഹത്തോട് തന്നെ അലർജിയാണ്. നല്ല കുടുംബജീവിതം നയിക്കുന്നവരെ കണ്ടൂടാ, അന്തസ്സായിട്ട് ജോലി ചെയ്യുന്നവരെ കണ്ടൂടാ, അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനോടെന്ന് പറഞ്ഞാൽ അവർക്ക് പുച്ഛാണ്. അങ്ങനെയുള്ള കുറച്ച് ടീമുകളുണ്ട്. അവരാണ് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ സദാചാര വിരുദ്ധമാണ്, ഇതൊക്കെ നല്ലതാണ്, ഇന്നത്തെ പെൺകുട്ടികൾ ഇങ്ങനെയൊക്കെ പോകണം, അല്ലാതെ ആണിൻ്റെ അടിമയായിട്ട് നിൽക്കരുത്, അല്ലെങ്കിൽ ആണിൻ്റെ ഇതായിട്ട് ഒരിക്കലും നമ്മൾ അടിമയായിട്ട് നിൽക്കാൻ പറയുന്നില്ല. പക്ഷേ ഈ ഓക്സിജൻ കൊടുക്കുന്ന പരിപാടി ഉണ്ടല്ലോ, വളരെ മോശം തന്നെയാണ്. ആലോചിച്ച് നോക്കണം. അതെന്ന് പറഞ്ഞ് ഇവറ്റകളുടെ തന്തമാറും തള്ളമാറും അവരുടെ ബന്ധുക്കളൊക്കെ അല്ലേ കാണുക. അത് മാത്രവുമല്ല, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ മറ്റവൻ്റെ മൊബൈലിലും ഉണ്ടാകും. കല്യാണം കഴിച്ചതിന് ശേഷം ഇവൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അയച്ചു കൊടുക്കും. ഇല്ലെങ്കിൽ എൻ്റെ കൂടെ വന്നിട്ടില്ലെങ്കിൽ ഞാൻ നിൻ്റെ ഭർത്താവിന് അയച്ചു കൊടുക്കും. നിരവധി കുടുംബങ്ങൾ, നിരവധി ആൾക്കാർ ഇതിൽ പെട്ടുപോയിട്ടുണ്ട്. പിന്നെ നമ്മൾ അറിയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുരുക്കം ചിലത് മാത്രമാണ്. നമ്മൾ അറിയാത്ത കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ഇതുപോലെ പെട്ടുപോയിട്ട് വിവാഹ ജീവിതം നശിക്കുമല്ലോ എന്ന് ആലോചിച്ചിരിക്കുന്ന ഒരുപാട് സഹോദരിമാരുണ്ട്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ആരോടും പറയാൻ കഴിയാതെ പിന്നെ സ്വയം ജീവൻ ഒടുക്കുന്ന ആൾക്കാരുണ്ട്. ഇങ്ങനെയുള്ള ഒരു നാടായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഈ കൊച്ചു കേരളം എന്ന് പറയുന്നത്. അപ്പം നമ്മളൊക്കെ അഭിമാനിക്കാനുള്ള വക വരട്ടെ. അതായത് ഓരോ ബസ് സ്റ്റാൻഡുകളിലും ഇതുപോലെ നടക്കുന്ന പോക്കൃത്തരങ്ങളിലും ഒന്നിക്കലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാരെങ്കിലും കൃത്യമായിട്ട് ഇടപെടണം. ഇല്ലെങ്കിൽ ഓരോ ബസ് സ്റ്റാൻഡിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്കൂളിൻ്റെ പ്രതിനിധികളായിട്ട് 2 പേരെ നിയമിക്കണം. ഈ കുട്ടികളൊക്കെ നേരെ വീട്ടിൽ പോകുന്നുണ്ടോ അല്ലെങ്കിൽ വേറെ വല്ലതുമാണോ ചെയ്യുന്നത് എന്ന് നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും. ഇല്ലെങ്കിൽ വല്ലപ്പോഴും രക്ഷിതാക്കളൊന്ന് വന്നിട്ട് അവിടെ നിൽക്കണം. നിങ്ങൾ 24 മണിക്കൂറും അടുക്കളയിലും പണിയെടുത്ത്, അതുപോലെ തന്നെ അച്ഛനാണെങ്കിൽ ലോകത്ത് എവിടെയെങ്കിലും പണിക്കും പോയി കഴിഞ്ഞാൽ ഇവിടെ വൈകുന്നേരം വരുമ്പോൾ ചിലപ്പോൾ മക്കൾ വഴിതെറ്റി പോയിട്ടുണ്ടാകും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ഗൾഫിൽ വാടിയിടിയൊക്കെ പോയിക്കോ, പക്ഷേങ്കിൽ പിള്ളേരുടെ പേരിൽ ഒരു കണ്ണുണ്ടായിരിക്കണം, പിള്ളേരുടെ മേലെ ഒരു കണ്ണുണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ നിങ്ങളുടെ മക്കളെ റാഞ്ചാൻ വേണ്ടിയിട്ട് കുറേ ടീമുകൾ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. അവന്മാർ ഇത് ആദ്യമായിട്ടൊന്നും പറയുന്നില്ല, ഇത് നമ്മൾ പറയുന്നതാണ്. അപ്പം ഞാനിത് പറയാനുള്ള കാരണം ഈ ഉസ്താദിൻ്റെ ഈ ഒരു വീഡിയോ കണ്ടപ്പോഴേ, നിങ്ങളിപ്പോഴും തംബ്നെയിലിൽ കാണുന്നില്ലേ, അത് തന്നെയാണ് ഓക്സിജൻ കൊടുക്കൽ, അത് തന്നെയാണ് നടക്കുന്നത്. പരസ്പരമായിട്ട് കെട്ടിപ്പിടിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇത്രയും ജനങ്ങൾ കാണുന്നുണ്ട് എന്നുള്ളൊരു വിചാരം പോലും അവറ്റകൾക്കില്ല. അതായത് അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ ഇവരുടെ ധൈര്യം എന്താണെന്നറിയാം. ഒരാളും പ്രതികരിക്കില്ല എന്ന് ഇവർക്കറിയാം. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പ്രതികരിച്ചു കഴിഞ്ഞാൽ ഇവരെ എങ്ങനെ നേരിടണം എന്ന് അവർക്കറിയാം. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കാണുന്നവർക്കൊക്കെ നല്ല ഹരമാണ്. ആരെങ്കിലും നോക്കി നിന്നാൽ പറയും 80-ലെ അമ്മാവന്മാരാണെന്ന്. ആരെങ്കിലും നോക്കുന്നത് എന്താണെന്നല്ലേ, എൻ്റെ കൊച്ചുമക്കളെങ്ങാനും ഉണ്ടോ എന്നാണ് എല്ലാവരും നോക്കുന്നത്. അല്ലാതെ ഇവറ്റകളുടെ സൗന്ദര്യം കാണാനോ ഇതുപോലെ ഈ ചിരി കടിച്ചു വലിക്കുന്ന കാണാനോ ഒന്നുമല്ല. വെറും +2-നും ഇങ്ങനെയൊക്കെ പഠിക്കുന്ന ആൾക്കാരാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ആ യൂണിഫോം കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം ഏതാ സ്കൂളിൽ നിന്ന് കൃത്യമായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങളുടെ മക്കൾ വഴിതെറ്റി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള ടീമിനെ നല്ല രീതിയിൽ നിരീക്ഷിക്കുക. അതായത് ഇവരെ പറഞ്ഞിട്ട് കാര്യമില്ല, ഇവരെ പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ഇതിന് തയ്യാറായിട്ട് വരുന്ന കുറച്ച് ടീമുകളുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, എവിടെയെങ്കിലും ഏതെങ്കിലും ജ്യൂസ് ഷോപ്പിലോ ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഐസ്ക്രീം പാർലറിലോ അങ്ങനെയൊക്കെ ജോലി ചെയ്തിട്ട് ഡ്യൂക്ക് ബൈക്കും എടുത്തിട്ട് വരുന്ന ഒരുപാട് ടീമുകളുണ്ട്. അവന്മാരെന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ജോലിക്കൊന്നും പോകത്തില്ല. അവർക്ക് ആകെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇതുപോലെ ഓക്സിജൻ കൊടുക്കൽ മാത്രം അവരെ പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർക്ക് ഈ ഒരു ബസ് സ്റ്റാൻഡ് ഇന്നാണെങ്കിൽ നാളെ വേറൊരു ബസ് സ്റ്റാൻഡാണ്, അതുപോലെ തന്നെ വേറൊരു ബസ് സ്റ്റാൻഡാണ്. അങ്ങനെ ബസ് സ്റ്റാൻഡുകൾ മാറി മാറി ഓക്സിജൻ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഈ ടീമുകൾ, ഇവന്മാരെ നേരിടാൻ ഒരാൾക്കും കഴിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്മാർ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ നേരിടേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ ഈ പെൺകുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കിക്കുക, ഇതിൻ്റെ നാണക്കേട് മനസ്സിലാക്കിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ബൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങളോട് വീണ്ടും ഞാൻ ഇറക്കുകയാണ്. എനിക്കൊരു ലൈക്ക് തരിക. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സ് എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്കുള്ളതാണ്. അവിടെ നിങ്ങളുടെ അഭിപ്രായം കൃത്യമായിട്ടും രേഖപ്പെടുത്തണം. നന്ദി, നമസ്കാരം.